അല്ലാഹു തആല കനിഞ്ഞരുളിയ അല്ലാഹു തആല അവന്റെ കൃപ കടാക്ഷം ഔദാര്യവും ഫളലും സ്നേഹവും സഹിഷ്ണുതയും അല്ലാഹു തആലയുടെ ഔദാര്യം കൃപ കടാക്ഷവും അവന്റെ ഉദവി കൊണ്ട് അവന്റെ ഉദക്കം കൊണ്ട് അവന്റെ അടിയാറുകളാകുന്ന എന്റെയും നിങ്ങളുടെയും മേലിലേക്ക് അല്ലാഹു തആല ചൊരിച്ചു തരുന്ന പ്രിയപ്പെട്ട റഹ്മത്തിന്റെ പത്ത് ഇന്നത്തെ ദിവസത്തോടു കൂടി കഴിയുകയാണ്. പരിശുദ്ധ റമദാനിനെ 3 പാർട്ടുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചെങ്കിൽ അവ്വലുഹു റഹ്മ, കാരുണ്യത്തിന്റെ 10, സ്നേഹത്തിന്റെ 10, ഔദാര്യത്തിന്റെ 10, സന്തോഷത്തിന്റെ 10, അങ്ങനെ തുടങ്ങി സമാധാനത്തിന്റെ 10 എല്ലാം ഇന്നത്തെ മഗ്‌രിബോട് കൂടി ആ 10 നമ്മോട് വിട പറയുകയാണ്. നാമൊക്കെ ഈ 10 ദിവസം ചൊല്ലിയ ദിക്ർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 4 കാര്യങ്ങളാണ് ഈ ദിക്റിൽ നാം അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. എന്താണ് 4 കാര്യം? 1, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഷഹാദത്ത് കലിമയാണ്. അല്ലാഹുവേ ആരാധനക്കർഹൻ, സുജൂദിനർഹൻ, റുകൂഇനർഹൻ, ഇഅ്തിദാലിനർഹൻ, സർവ ഇബാദത്തുകൾക്കും സർവ സാഷ്ടാംഗങ്ങൾക്കും അർഹൻ, സർവ സ്തുതികൾക്കും അർഹൻ, സർവ ആരാധനക്കും അർഹൻ നീയല്ലാതെ മറ്റൊരാളില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു നാവുകൊണ്ട് വെളിവാക്കി ദൃഢനിശ്ചയത്തോടുകൂടി അചഞ്ചലമായ ചാഞ്ചാടാത്ത വിശ്വാസത്തിൽ ഞാൻ നിന്നോട് പറയുന്നു. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല, ഒരു പടച്ചവനുമില്ല, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാഹ്, ലോകത്തെ മുഴുവനും പടച്ച് പരിപാലിച്ച് പരിരക്ഷിച്ച് പോരുന്ന പടച്ച തമ്പുരാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീയല്ലാതെ ലോകത്ത് മറ്റൊരാളും അധികാരമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അതാണ് ആദ്യത്തെ സമർപ്പണം, അല്ലേ? നമ്മളെല്ലാ നിസ്കാരത്തിന്റെ ശേഷം പള്ളിയിൽ ഇമാമ് പറയുന്നു, വീടുകളിൽ നിന്ന് മോമിനീങ്ങൾ മോമിനാത്തുകൾ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ സമർപ്പണം എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചവരെ, ഞാൻ അറിഞ്ഞിട്ട് അറിയാതെ ചെറുത് വലുത് രഹസ്യം പരസ്യമായി ചെയ്ത തെറ്റുകൾ മുഴുവനും നീ പുറത്തു മാഫാക്കണേ റഹ്മാനേ, നീ പുറത്തു മാഫാക്കണേ റഹ്മാനേ. നീ അഫൂറാണ്, നീ ഗഫാറാണ്, നീ അഫൂ ചെയ്യുന്നവനാണ്. ഞാനറിയാതെ കള്ള് കുടിച്ചു പോയിട്ടുണ്ട്, ഞാനറിയാതെ കഞ്ചാവ് വലിച്ചു പോയിട്ടുണ്ട്, ഞാനറിയാതെ MDMA വെച്ചു പോയിട്ടുണ്ട്, ഞാനറിയാതെ പലിശ വാങ്ങിയിട്ടുണ്ട്, ഞാനറിയാതെ ലോട്ടറി കച്ചവടം ചെയ്തിട്ടുണ്ട്, ലോട്ടറി വാങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനറിയാതെ ലഹരി വസ്തുക്കൾ വിറ്റിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, ഞാനറിയാതെ അന്യ പെണ്ണിനെ നോക്കിയിട്ടുണ്ട്, ഞാനറിയാതെ അന്യ പെണ്ണിനോട് സംസാരിച്ചിട്ടുണ്ട്, ഞാനറിയാതെ അന്യ പെണ്ണുമായി അതാ സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പടച്ചറപ്പേ, ഞാനതാ വിവരമില്ലാതെ മാതാപിതാക്കളെ അടിച്ചു പോയിട്ടുണ്ട്, ഞാനറിയാതെ വിവരമില്ലാതെ എന്റെ ഭാര്യയോട് കയർത്തു സംസാരിച്ചിട്ടുണ്ട്, ഭാര്യയോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഭാര്യയെ ആക്രമിച്ചിട്ടുണ്ട്, ഞാനറിയാതെ വിവരമില്ലാതെ ഞാൻ നിന്നെ മറന്നുകൊണ്ട് പലതും ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹ് 11 മാസക്കാലം ഞാനൊരു തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്.
കൊടുക്കുന്നവൻ, നീയാണ് മാപ്പ് നൽകുന്നവൻ, നീയാണ് അഫ്വ് ചെയ്യുന്നവൻ, നീയാണ് എല്ലാ തെറ്റുകളും പൊറുക്കുന്നവൻ. അതുകൊണ്ട് റബ്ബേ, നീയാണ് ആരാധനക്കർഹനെന്ന് സമർപ്പിച്ചതിന് ശേഷം ഞാൻ പറയുന്നു, അല്ലാഹ് എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാഫാക്കണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഇനി എന്താണ് ചോദിക്കാൻ പോകുന്നത്? ഇതൊക്കെ റബ്ബങ്ങ് കേട്ട് ഉത്തരം നൽകി അങ്ങ് അല്ലാഹു തആല സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അധ്വാനിക്കുന്നത്, ഞാനും നിങ്ങളും നോമ്പെടുക്കുന്നത്, ഞാനും നിങ്ങളും അതാ സദഖ കൊടുക്കുന്നത്, ഞാനും നിങ്ങളും അതാ പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, ഞാനും നിങ്ങളും അതാ ഖുർആൻ ഓതുന്നത്, ഞാനും നിങ്ങളും അതാ തറാവീഹ് നിസ്കരിക്കുന്നത്, ഇരിക്കുന്നത്, എല്ലാം എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിലൊന്ന് കടക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. അതേ, നരകത്തിന്റെ ചൂട് തട്ടാൻ പാടില്ല. മൂന്നാമതായി റബ്ബിനോട് പറയുന്നത് എന്താണ്? സ്വർഗം കൊണ്ട് അല്ലാഹ് സ്വർഗം തരണേ അല്ലാഹ്, ആ സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണേ അല്ലാഹ്. അസ്അലുക്കൽ ജന്ന, സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അതേ, ഏതാണ് സ്വർഗം? കുടിക്കുന്ന ജലമിൽ ചർത്തിടും കാഫൂറ, കലരാത്ത തേനൊലിക്കുന്നതാണ് പുറത്തുള്ള മണ്ണും ചരലമിസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. ആ സ്വർഗമേതാണ്? പുറത്തുള്ള മണ്ണും ചരലമിസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. സ്വർഗത്തിലേക്കല്ലേ എനിക്കും നിങ്ങൾക്കും പോകേണ്ടത്? ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത്? ആ സ്വർഗമല്ലേ നമ്മൾ ചോദിക്കുന്നത്? അല്ലാഹ്, ആ സ്വർഗത്തിലൊന്ന് കടക്കണം, ആ സ്വർഗത്തിലേക്ക് പോകണം, ആ സ്വർഗത്തിലൊന്ന് കടക്കണം. അതേ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. രണ്ടാമത്തതും കഴിഞ്ഞ് അസ്അലുക്കൽ ജന്ന, സ്വർഗമാണ് ചോദിക്കുന്നത്. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെയും ആളുകളുടെയും തന്റെ കൂട്ടുകാരുടെയും അതാ അക്രമങ്ങൾ അതാ ഭയപ്പെട്ട് അവസാനം അതാ അതേ കടും ക്രൂരതയുള്ള പീഡനങ്ങൾക്കിരയായപ്പോൾ, സഹിക്കവയ്യാതെ ആയപ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചതെന്താ? റബ്ബി ഹബ്ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചോനെ സ്വർഗ്ഗമെനിക്കതാ നീ ഓശാരമായി തരണമെന്നല്ലേ ചോദിച്ചത്? ആ സ്വർഗ്ഗമല്ലേ നമ്മളും ചോദിക്കുന്നത്? അല്ലാഹ്, ബദർ ശുഹദാക്കളുടെ ആണ്ട് നേർച്ച വരുന്ന 10 അടുത്ത 10. നാളെ മുതൽ ബദരീങ്ങളെ സ്മരിക്കേണ്ട ദിവസങ്ങളല്ലേ വരുന്നത്? ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സുബ്ഹാനല്ലാഹ്, ആ സ്വർഗ്ഗത്തിലേക്ക് ഞാനും നിങ്ങളും അങ്ങ് കടന്നാൽ സുബ്ഹാനല്ലാഹ്, റബ്ബ് ചെയ്തു വെച്ച അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരുമോ മുഅ്മിനീങ്ങളെ? എണ്ണിയാൽ തീരുമോ മുത്തഖീങ്ങളെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതേ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് സ്വാലിഹീങ്ങൾ ചോദിച്ചതുപോലെ, അസ്അലുക്കൽ ജന്ന, അസ്അലുക്കൽ ജന്ന, സ്വർഗ്ഗം തരണമല്ലാഹ്. ഞങ്ങളെ കഷ്ടപ്പെടുന്നത്, ഞങ്ങളെ പ്രയാസപ്പെടുന്നത്
കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ നോമ്പെടുക്കുന്നത്, ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്നത്, നോമ്പ് തുറന്നിട്ട് സമയമില്ലെങ്കിലും ഞങ്ങളെ പള്ളിയിൽ പോയി തറാവീഹ് നിസ്കരിക്കുന്നത്, ഹദ്ദാദ് ചെല്ലുന്നത്, അല്ലാഹ് അസ്അലുക്കൽ ജന്ന, സ്വർഗത്തിന് വേണ്ടിയാണ്, സ്വർഗം നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ടല്ലേ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് റബ്ബേ എപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് റബ്ബേ എപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ, അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ. അസ്അലുക്കൽ ജന്ന, സ്വർഗം, അതിന് കഷ്ടപ്പാടുണ്ട്. അതേ പുലർച്ചെ മുതൽ വൈകുന്നേരം അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ അറബിക്കടലിന്റെ ഓളങ്ങൾ ഏറ്റുവാങ്ങി